കോൺഗ്രസിന്റെ മികച്ച തീരുമാനം. അതാണ് സണ്ണി ജോസഫ് എന്ന KPCC അധ്യക്ഷൻ. കാരണം 4ാം വാർഷികം ആഘോഷിക്കുന്ന പിണറായി സർക്കാരിനോട് എണ്ണി കാര്യങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹം. തുടങ്ങിവെച്ചത് സർക്കാർ പോലും മറന്ന പല പദ്ധതികളും കുഴിയിൽ നിന്നും തോണ്ടിയെടുത്താണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊക്കെ എവിടെ, ഇതൊക്കെ എപ്പോൾ, ഇതിനുവേണ്ടി ചെലവഴിച്ച പൈസ എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ കേട്ട് കൂടിയിരിക്കുന്ന ഷാഫി പോലും കണ്ണുമിഴിക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. നടത്തിവരുന്ന സമരം 100 ദിവസം തികയുന്നു. ആ സമരത്തെ സർക്കാർ അവഗണിക്കുകയാണ്. അവരുടെ കണ്ണീര് കാണാൻ സർക്കാരിന് സമയമില്ല, മനസ്സില്ല. അതുപോലെ നമുക്കറിയാം, കൊട്ടിഘോഷിച്ചതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ. അതിനുവേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു, സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉയർത്തി. മലപ്പുറത്ത് ആ നാഷണൽ ഹൈവേ തകർന്നു വീണ് യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കും അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിച്ച ആളുകളെല്ലാം അതിന്റെ പിതൃത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ ഏൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനാക്രമണത്തിൽ പാലക്കാട് ഉമ്മർ എന്ന തൊഴിലാളിയാണ് ഇന്നലെ മരണപ്പെട്ടതെങ്കിൽ അതും ഇന്ന് വാർത്തയാണ്. അപ്പൊ സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ കേരളത്തിലെ ജനങ്ങളെ നടുക്കുന്ന, വേദനിപ്പിക്കുന്ന, ജനങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും വ്യക്തമാക്കുന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി എന്താണ്? ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. അത് വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നില്ല. തൊഴിലാളികൾ വലിയ കഷ്ടത്തിലാണ്. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് അവരുടെ കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ചെറുതായിട്ടുള്ള നഷ്ടപരിഹാരം അതുപോലും സമയത്ത് കൊടുക്കുന്നില്ല. റബ്ബർ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച അവരുടെ പദ്ധതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക്, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. പൊതുവികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം സർക്കാരിനെ സാരമായിട്ട് ബാധിക്കുന്നു. ഈ സമയത്താണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ആർഭാടം എന്ന നിലയിൽ കേരള സർക്കാർ ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ ആഘോഷം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ലളിതമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ നടത്തിയ നവകേരള സദസ്, അതിന് എത്ര പൈസ ചെലവഴിച്ചു? ഖജനാവിന് എത്ര പൈസ ചെലവഴിച്ചു? 140 നിയോജക മണ്ഡലങ്ങളിലുമായിട്ട് എത്ര പൈസ പിരിവിലൂടെ സമാഹരിച്ചു? അതിന്റെ സാമ്പത്തിക വരവ് ചെലവണക്ക് എന്താണ്? അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? ഇനി ആ നവകേരള സദസ്സിന്റെ റിസൾട്ട് എന്താണ്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതി, ജനക്ഷേമകരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും? ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടന്നോ? അപ്പൊ നവകേരള സദസ്സ് ഒരു പരാജയമായിരുന്നു. അതിന്റെ മറ്റൊരു പതിപ്പാണ്, തുടർച്ചയാണ്. രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സർക്കാരിന് ഏതെങ്കിലും കാര്യത്തിൽ ജനകീയ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവര് മുൻഗണന നൽകിയെന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുകയില്ല. വനിതാ പോലീസ് CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ കണ്ണീരും വേദനയും കാണുവാൻ സർക്കാരിന് കഴിവുണ്ടായില്ല. അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ക്രമസമാധാന തകർച്ച കേരളത്തിൽ ഇന്ന് വ്യാപകമാണ്. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, കുടുംബത്തെ ഒന്നായിട്ടില്ലാതാക്കുന്ന സംഭവങ്ങൾ, ലഹരി വ്യാപനം ഇന്ന് കേരളത്തില് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയില്ല. കൊട്ടേഷൻ കൊലപാതകങ്ങൾ, അത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് CPM TP കേസിൽ ഉൾപ്പെടെ, ഷുഹൈബിന്റെ കേസിൽ ഉൾപ്പെടെ കൊട്ടേഷൻ കൊലയാളികളെ രാഷ്ട്രീയ ആയുധമാക്കി CPM ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് പല ആവശ്യങ്ങൾക്കും വേണ്ടി, സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി, ലാഭത്തിനു വേണ്ടി മറ്റ് വ്യക്തികളും ഈ കൊട്ടേഷൻ മാതൃകയിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. കൊലപാതകികൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം കിട്ടുന്ന ഗവൺമെന്റായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. TP കേസിലെ പ്രതികൾ, അവർക്ക് ജയിലില് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പരിഗണനയും പരിരക്ഷയും. ഷുഹൈബ് വധക്കേസിലെ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ്. പട്ടന്നൂരിലെ ഷുഹൈബ് കേസിൽ ഞങ്ങളെ ഷുഹൈബിന്റെ കുടുംബം പ്രതിപക്ഷ നേതാവ് വഴി ഞാനും മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. എന്തായിരുന്നു അപേക്ഷ? ആ കേസിൽ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നായിരുന്നു. കൃപേഷ് ശരത്ലാൽ കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ
സുഹൈബ് കേസിൽ ആ കുടുംബത്തിന്റെ ചെലവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് മാസങ്ങളായി. ഇതുവരെയും ആ ഫയൽ അനങ്ങിയിട്ടില്ല. മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുകയാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിൽ ആർപ്പുവിളികളോടെയാണ് മാർക്സിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിച്ചത്. നവീൻ ബാബുവിന്റെ ദാരുണ മരണത്തിൽ ഉത്തരവാദിയായ പ്രതിയെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് കണ്ണൂർ ജയിലിലെത്തിയത്. അപ്പൊ അക്രമ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്നു. ഗാന്ധി സ്തൂപം കണ്ണൂരിൽ മറപ്പെട്ടത് ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്, പറമ്പിലാണ് ആ ഗാന്ധി സ്തൂപം സ്ഥാപിച്ചത്. അത് തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ചെയ്തത്, CPM-ന്റെ ജില്ലാതല നേതാവ് സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ ജില്ലാതല നേതാവ് പ്രസംഗിച്ചത്, വെല്ലുവിളിച്ചത് കേരളത്തിൽ എവിടെയും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. ഗാന്ധി സ്തൂപത്തെ RSSകാരും BJP-കാരും ആക്രമിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഗാന്ധിയെ നിന്ദിക്കുന്നതും മനസ്സിലാക്കാം. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗാന്ധി സ്തൂപം കേരളത്തിൽ എവിടെയും സ്വകാര്യ സ്ഥലങ്ങളിൽ പോലും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി ഉയർത്തിയത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണ്? ഈ നേതാവിന്റെ നയം സമീപനം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ CPM തയ്യാറാകുമോ? ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ കഥ അതാണെങ്കിൽ കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിൽ CPM-ന്റെ വിപ്ലവ ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഹൈക്കോടതി ഇടപെടേണ്ടതായിട്ട് വന്നു. തലശ്ശേരി ക്ഷേത്രോത്സവം, അവിടെയും ആ ക്ഷേത്രോത്സവത്തിന്റെ സുപ്രധാനമായ ചടങ്ങുകളുടെ സമയത്താണ് CPM അനുകൂല മുദ്രാവാക്യം ഉയർന്നത്. BJP-ക്കാർ മുദ്രാവാക്യം വിളിച്ചു. പോലീസ് അത് സമാധാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ പോലീസുകാരെ നിലത്തിട്ടിയ ഊട്ടി. നിയമസഭയിൽ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അവതരണാനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗത്തിന് പോലും അനുവാദം കിട്ടിയില്ല. അവസാനം അവിടുത്തെ 2 SI-മാർ, ഒരു വനിതാ SI ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊണ്ട് അവര് പരാതി കൊടുത്തു, അന്യായം കൊടുത്തു. അവരുടെ പെറ്റീഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. ആ FIR-ലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിലെ പരാതിക്കാരായ വനിതാ SI ഉൾപ്പെടെയുള്ള പരാതിക്കാരെ തലശ്ശേരിയിൽ നിന്ന് സ്ഥലം മാറ്റിക്കൊണ്ട് CPM-കാർ എന്ത് വെല്ലുവിളിച്ചോ അത് നടപ്പിലാക്കുന്ന സമീപനമാണ് നടക്കുന്നത്. സഹകരണ തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമല്ല. സഹകരണ സംഘങ്ങളിലെ അഴിമതിയും അതിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും എല്ലാം കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. CPM നേതൃത്വത്തിന്റെ ഒത്താശയിലാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണമില്ല. കോൺഗ്രസും UDF ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ കുപ്രസിദ്ധ AKG മോഡൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുകയാണ്. മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകളുടെ എണ്ണം കൂട്ടി. എന്തിനു വേണ്ടിയാണ്? എല്ലാ തദ്ദേശ വാർഡുകളും വീണ്ടും വിഭജനം നടത്തുന്നതിന് വേണ്ടിയാണ്. അതിർത്തി നിർണയം വീണ്ടും നടത്തുന്നതിന് വേണ്ടിയാണ് വാർഡുകളുടെ എണ്ണം കൂട്ടിയത്. അതിർത്തി നിർണയം ഇപ്പൊ എന്താണ്? തീർത്തും അശാസ്ത്രീയമാണ്. കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കേണ്ടതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന അവസ്ഥയാണ്. വാർഡുകളെല്ലാം അശാസ്ത്രീയമായിട്ട് വെട്ടിമുറിച്ചിരിക്കുന്നു. അതിന് ഫയൽ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികളുടെ അന്വേഷണം കേവലം പ്രഹസനമാണ്. പല സ്ഥലത്തും ഒരു പഞ്ചായത്തിന്റെ 8ഉം 10ഉം പരാതികൾ കേൾക്കാൻ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, കമ്മീഷൻ അംഗങ്ങൾ വന്നിട്ട് 1 മിനിറ്റ് പോലും അവസരം കിട്ടിയില്ല. ഒരു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളുടെ പരാതികൾ കേൾക്കാൻ 1 മിനിറ്റ് പോലും അവസരം കൊടുത്തില്ല. പെൻസിലിനാണ് എഴുതിയെടുത്തത്. പരാതിക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ പെൻസിലിനാണ് എഴുതിയെടുത്തത്. എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തദ്ദേശ വാർഡുകളെ CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വാർഡുകളെ വെട്ടിമുറിച്ച് വികൃതമാക്കിയിരിക്കുന്നു. മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരമില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറത്താണെങ്കിൽ, ഇന്നലെ അത് പാലക്കാട്ടാണ്. ആയിരത്തിലേറെ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊലയപ്പെടുന്നു. ഭരണകക്ഷി MLA പോലും അതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ ഭരണകക്ഷി MLA-മാർ പോലും നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സർക്കാർ അക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ നിയമസഭയിലെ ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്യമൃഗ ശല്യത്തിന്റെ വിഷയത്തിൽ തന്നെ
4 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ തന്നെയാണ്. ഒന്ന് TCTക്ക് ഒന്ന് കൊളുനാടിനും 4 അടിയന്തര പ്രമേയങ്ങൾക്ക് അവതരണാനുമതി തേടി. അത് കേരള നിയമസഭയിൽ ഒരു ചർച്ചയാക്കാൻ കേരളത്തെ ഇന്ന് സാരമായിട്ട് ബാധിക്കുന്ന, അത് വനാതിർത്തികളിൽ മാത്രമല്ല എല്ലാ ജനവാസ മേഖലകളിലും, വനത്തിൽ നിന്ന് വളരെ ദൂരത്തുള്ള ജനവാസ മേഖലകളെ പോലും സാരമായി ബാധിക്കുന്ന വന്യമൃഗശല്യത്തെ ഒരു ചർച്ചാ വിഷയമാക്കാൻ പോലും മുഖ്യമന്ത്രിയുടെ യോഗം വിളിക്കണം എന്ന് MLA-മാര് പലവട്ടം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നടപടി സ്വീകരിച്ചിട്ടില്ല. കാർഷിക മേഖല റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായിട്ട് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് ഈ ഗവൺമെന്റ് വോട്ട് ചോദിച്ചത്. എന്നാൽ അതിപ്പോഴും ഉയർത്തിയിട്ടില്ല. അതിനെ സർക്കാർ വാക്ക് പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ തേങ്ങയുടെ വിലയുടെ കാര്യം, നെല്ല് സംഭരണത്തിന്റെ വില കൊടുക്കാൻ ബാക്കിയാണ്. കൃഷിക്കാർ വലിയ പ്രയാസത്തിലാണ്. കയറ്, കശുവണ്ടി, ടിമ്പർ തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകൾ പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലാണ്. മത്സ്യത്തൊഴിലാളി മേഖലയും പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. മണ്ണെണ്ണയുടെ സബ്സിഡി വർദ്ധിപ്പിക്കാത്തതും സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പാക്കാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെയാണ് വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. SFIയുടെ കലാലയങ്ങളെ കലാപഭൂമിയാക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രിയും പോലീസും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികള് വിദേശത്തേക്ക് പോകുന്നുവെങ്കിൽ കലാലയങ്ങളുടെ ദുരവസ്ഥ, വിദ്യാഭ്യാസ രംഗത്തെ മൂല്യ തകർച്ച, ഗുണമേന്മയില്ലായ്മ, അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ്. ആരോഗ്യരംഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേവലം അവകാശവാദങ്ങൾ മാത്രമാണ്. ഇന്ന് സർക്കാർ ആശുപത്രികളാണ് അനാരോഗ്യത്തിന്റെ അവസ്ഥയിലുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോലും ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ അറിയാം. കോഴിക്കോട്ടെ കാര്യങ്ങൾ അറിയാം. സർക്കാർ ആശുപത്രിയിൽ ആളുകൾ പോകാതായി. ഗൗരവമേറിയ രോഗം വന്നാൽ അല്ലെങ്കിൽ അപകടങ്ങളിൽ പരിക്ക് പറ്റിയാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുന്നു. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ചികിത്സാ ചെലവ് വളരെ ഭാരിച്ചതാണ്. ജനപ്രതിനിധികളൊക്കെ എല്ലാ ദിവസവും സ്വകാര്യ ആശുപത്രികളിൽ ബില്ല് കുറയ്ക്കാൻ വേണ്ടി വിളിക്കേണ്ട ആവശ്യം എല്ലാ ജനപ്രതിനിധികളോടും രോഗികളും ബന്ധുക്കളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖല വലിയ തകർച്ചയിലാണ്. ആവശ്യമായത് ഡോക്ടർമാരില്ല. ആശുപത്രികളിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, സ്റ്റാഫില്ല. ആരോഗ്യ മേഖല വലിയ തകർച്ചയില്. മരുന്ന് കമ്പനിക്ക് 500 കോടി രൂപയിലേറെ കൊടുക്കാൻ സർക്കാർ ബാക്കിയാണ്. പിന്നെ ഗവൺമെന്റ് കൊട്ടിഘോഷിച്ച് അഴിമതി വിരുദ്ധ സമീപനമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു അഴിമതി കേസിൽ. കോവിഡ് കാലത്ത് കിറ്റ് വാങ്ങിയതിന്റെ അഴിമതി സംബന്ധിച്ച് C&AG ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പരാമർശമുണ്ട്. നിയമസഭയിലെ ആ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി, ഇത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് ഞങ്ങൾ 550 രൂപയ്ക്ക് പകരം 1550 രൂപ PPP കിറ്റിന് നൽകി ഞങ്ങൾ വാങ്ങിയത്. അതിന്റെ കാശ് മുഴുവൻ അഡ്വാൻസ് ആയിട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് എന്ന ശൈലജ ടീച്ചറെ ഒറ്റ മറുപടിയിൽ ആ വിഷയം അവസാനിക്കുന്നില്ല. അത് നഗ്നമായിട്ടുള്ള അഴിമതിയാണ്, തെളിഞ്ഞ അഴിമതിയാണ്. അതിന് സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു കാര്യമാണ്, KFCയുടെ ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് ആർക്കാ കൊടുത്ത്? അംബാനിക്ക് കൊടുത്തു. അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇത്ര രൂക്ഷമായി നിൽക്കെ ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ വലിയൊരു സംഖ്യ എടുത്ത് അംബാനി കമ്പനിയിൽ നിക്ഷേപിച്ചിട്ട് ഇപ്പൊ തിരികെ കിട്ടുന്നില്ല. 110 കോടി കിട്ടേണ്ടിടത്ത് 8 കോടി കിട്ടി. സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമാണ്. അതിന്റെ ദുരുപയോഗമാണ്, അത് അഴിമതിയാണ്. എന്തിനാണ് അംബാനിയുടെ കമ്പനിയിൽ ഈ സർക്കാർ പണം നിക്ഷേപിച്ചതെന്നൊരു ഉത്തരവില്ല. ഇന്നത്തെ ധനമന്ത്രിയും മുൻ ധനമന്ത്രിയും ആ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ പർദീസിയായി കേരളം മാറി. വളരെ ഗൗരവത്തിൽ ആ വിഷയം നിയമസഭയിൽ ശ്രീ വിഷ്ണുനാഥ് തന്നെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. പ്രതിപക്ഷം എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. എന്നാൽ അതിന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ന്യായയുക്തമായിട്ടുള്ള നടപടികളൊന്നുമില്ല. അപ്പൊ ഈ സർക്കാരിന്റെ ഈ 4 വർഷക്കാലത്തെ പ്രവർത്തനം ജനദ്രോഹ നടപടികളാണ്, ജനക്ഷേമ നടപടികളില്ല. ജനദ്രോഹ നടപടികൾ, പക്ഷപാതപരമായ പെരുമാറ്റം, പോലീസിന്റെ അതിക്രമങ്ങൾ, CPM അക്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുന്നു, അഴിമതി, ഭരണപരാജയം, തകർച്ച, ഇതാണ് അവസ്ഥ. ഇതിൽ ഞങ്ങൾ ശക്തിയായിട്ടുള്ള ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് കേരളം ആഗ്രഹിക്കുന്ന മോചനം, ഈ LDF സർക്കാരിന്റെ ദുർഭരണത്തിൽ നിന്ന് കേരള ജനത അർഹിക്കുന്ന മോചനം, അതിന് ആവശ്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ
കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകും, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് എല്ലാവിധ പിന്തുണയും ബഹുജനങ്ങൾ, നല്ലവരായ കേരള ജനതയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ്. പുതിയ KPCC ചുമതലയേറ്റു. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രവർത്തകരുടെയും അണികളുടെയും ജനങ്ങളുടെയും ആവേശകരമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദിയുള്ളവരാണ്. ഈ ടീം വർക്കിൽ കരുത്തിൽ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കും, ഐക്യ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ കരുത്തുറ്റതാക്കും. ജനപക്ഷത്ത് നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പാസ് മാർക്ക് കൊടുക്കാൻ ആർക്കും കഴിയില്ല. പാസില്ല ഒരു 90%. ആ 99 ഇടാം, പക്ഷെ ഞാനായിട്ട് ഇടുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷല്ലേ. ഇല്ലില്ല, അദ്ദേഹം തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞതും ഫാക്ടുകൾ ശരിയാണെങ്കിൽ, ഫാക്ടുകൾ ശരിയല്ല, അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. വ്യക്തമായിട്ട് തിരുത്തിയിട്ടുണ്ട്, കൃത്യമായിട്ട് തിരുത്തിയിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് കൃത്യമായി തിരുത്തൽ വരും. ഇല്ലില്ല, മറിച്ചാണ്, ഫാക്ട്സ് മറിച്ചാണ്. അത് അദ്ദേഹം AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. 4ാം വാർഷികമാണല്ലോ നമ്മുടെ ടോപ്പിക്. കം ടു ദാറ്റ് പോയിന്റ്. അല്ല, ശശി തരൂരല്ല ടോപ്പിക്, സർക്കാരിന്റെ 4ാം വാർഷികം. ഒന്നും പിന്തുണച്ചിട്ടില്ല. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. നമ്മൾ ആർഗ്യുമെന്റിനാ പ്രസക്തി. മനസ്സിലാക്കി തിരുത്തി. എവിടെ? അത് 5ാം വർഷമാകുമ്പം 100% കിട്ടും. AK ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താ മാർക്കുണ്ടോ. റിസൾട്ട് വന്നപ്പോ 101 സീറ്റ് കിട്ടി. അതാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക്. ജനങ്ങളാണ് മാർക്ക് കിട്ടുന്നത്, ഞാനല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ BPP കിറ്റിന്റെ കാര്യവും KFC പറഞ്ഞു നോക്കും. നേരത്തെ തന്നെ പലതവണ പറഞ്ഞു പഴകിയ അഴിമതി ആരോപണങ്ങൾ പുതിയ KPCC പ്രസിഡന്റ് പറയുകയാണ്. ഒരു തരത്തിൽ കോടതിയിൽ പോയി തെളിയിക്കാൻ കഴിയുന്നില്ല. നിയമസഭയിൽ പല കാര്യങ്ങളും അന്ന് ഉന്നയിച്ച വലിയായി നടത്തിയ ഒരു കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ നിയമങ്ങൾ സ്വീകരിക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അതേ ആവർത്തനമാണ് ഇപ്പോഴും നടത്തുന്നത്. പക്ഷെ സർക്കാർ അന്ന് തന്നെ പറഞ്ഞു, ക്രിയാത്മക പ്രതിപക്ഷമാണ്. സർക്കാരിന്റെ പദ്ധതികൾക്കൊപ്പം നിൽക്കുന്നില്ല, വികസനത്തിനൊപ്പം നിൽക്കുന്നില്ല, ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടു നിൽക്കുന്ന ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷമാണ് ഇപ്പോഴും തുടരുകയാണ്. അന്ന് KPCC അധ്യക്ഷനാവുമ്പോഴും ഇതേ നിലപാടായിരിക്കുമോ? സർക്കാരിന്റെ വികസന പരിപാടികൾ തുടർന്ന് സഹകരിക്കുമോ, അതോ ഇത്തരം വിട്ടുനിന്നും ബഹിഷ്കരിച്ചും മുമ്പോട്ട് പോകാനാണ് തീരുമാനം? സർക്കാരിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതി കേസ് അത് തീർന്നിട്ടില്ല. അത് അന്വേഷണ ഏജൻസികൾ എന്താ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുക. എന്റെ കയ്യിലുള്ള ഉത്തരവ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് 12/6/2023 വീണ വിജയൻ കരിമണൽ കമ്പനിയിലേക്ക് യാതൊരു സേവനവും ചെയ്യാതെ അവരെടുത്തുനിന്ന് മാസാമാസം പൈസ വാങ്ങിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ദാറ്റ്സ് എ ക്വാസി ജുഡീഷ്യൽ ഫോറം. ആ ഫോറത്തിന്റെ ഉത്തരവ് 12/6/2023 ആ ഉത്തരവിനെതിരെ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടോ? ആ ഉത്തരവിനെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ആ ഉത്തരവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിയമത്തിൽ, പ്രത്യേകിച്ച് തെളിവ് നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്, അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. സമ്മതിച്ച കാര്യങ്ങൾ പിന്നീട് തെളിയിക്കേണ്ടതില്ല. അതാണ് ലീഗൽ പ്രസംഷൻ. അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. അപ്പോൾ വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും ചെയ്യാതെ അന്യായമായി നിയമവിരുദ്ധമായി പ്രതിഫലം പറ്റി എന്നത് ദാറ്റ്സ് ആൻ അഡ്മിറ്റഡ് ഫാക്ട്. അത് അതിന് ഫർദർ ആയിട്ടുള്ള പ്രൂഫിന്റെ ആവശ്യമില്ല. അതാണ് SFIO അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തെറ്റായ ആരോപണമാണ് പറയുന്നത്. ഇനി കോവിഡ് കാലത്തെ കിറ്റിന്റെ കാര്യം എന്താ? ടീച്ചർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്തതാണ്. ആ വിഷയം തീർന്നിട്ടില്ല.
അല്ല, അന്വേഷണം നടക്കുകയാണ്. അവിടെയാണ് CAG റിപ്പോർട്ട്. ലോകായുക്തയിലെ കേസുണ്ട്. CAG റിപ്പോർട്ടിൽ എന്താ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ടീച്ചറെ മറുപടി ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ വാങ്ങിയതാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെ വാങ്ങി. പ്രതിപക്ഷ നേതാവ് അത് പ്രത്യേകിച്ച് സംസാരിക്കുമ്പം കളിയാക്കിയതിന് പോലും മറുപടി ഇല്ലാത്ത 550 രൂപയുടെ കിറ്റ് ഓഫർ ചെയ്ത കമ്പനി അവരോട് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അവർ നെഗോഷിയേഷന് തയ്യാറായില്ല. അപ്പൊ എന്ത് ചെയ്തു? 550 ഓഫർ ചെയ്ത കമ്പനി നെഗോഷിയേഷന് തയ്യാറാകാത്തപ്പം 1550 ഓഫർ ചെയ്തതിനടുത്തുനിന്ന് മുഴുവൻ സംഖ്യയും അഡ്വാൻസ് കൊടുത്തിട്ട് വാങ്ങി. 10 കോടി രൂപ അഡ്വാൻസ് കൊടുത്തിട്ട്. സപ്ലൈ ചെയ്തതിന് ശേഷമല്ല കാശ് കൊടുക്കുന്നത്. 10 കോടി രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് 1550 വാങ്ങി. അതിന് അഴിമതി എന്നല്ലാതെ എന്താ വിളിക്കുന്നതിന് പേര്? ഈ KFC കാര്യത്തിൽ നിങ്ങൾക്കെന്ന് പറയാറുണ്ട്. എന്താ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? എന്താ CPM നേതൃത്വം പ്രതികരിക്കാത്തത്? അതും അഡ്മിറ്റഡ് ആയിട്ടുള്ള അഴിമതിയാണ്. സർക്കാരിന്റെ പണം എടുത്ത് അംബാനിക്ക് കൊടുത്തിട്ട് സർക്കാരിന് നഷ്ടം വരുത്തി അന്യായമായ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനു കൊടുക്കണം? അംബാനിയെ സഹായിക്കലാണ്. ഇവിടെ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നില്ല, റബ്ബർ സബ്സിഡി കൊടുക്കുന്നില്ല, വന്യമൃഗശല്യത്തിന് വരിക്കിന് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾക്ക് പൈസ കൊടുക്കുന്നില്ല, നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവർക്ക് അതിന്റെ ആനുകൂല്യം കൊടുക്കുന്നില്ല. അംബാനിയുടെ കമ്പനിക്ക് എത്ര കോടിയാ? 60 കോടി ഡെപ്പോസിറ്റ് ചെയ്യാം, എന്നിട്ട് ആ പൈസ കിട്ടുന്നില്ല. ഈ പിണറായി വിജയന്റെ അന്വേഷണത്തിനോട് പൂർണ്ണമായും അത് ശരിയായ ദിശയിലാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഈ മാർക്കിന്റെ കൈകാര്യം SFI അന്വേഷണത്തിൽ എത്ര മാർക്കുണ്ട്? കോടതിയായാലും പരിശോധിക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞല്ലോ, അന്വേഷണം ശരിയായ ദിശയിലാണെന്നോ? അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു ഏജൻസിയുടെ അന്വേഷണം? അല്ലാതെ ഏത് ഏജൻസി അന്വേഷിക്കണ്ടേ? സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നെങ്കിൽ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ? അന്വേഷണത്തില് അതിന്റെ അവസാനത്തെ റിസൾട്ട് എന്താണ്? ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അത് ഞങ്ങൾക്ക് എന്തിനാ അതിർത്തിന്റെ ആവശ്യം? സർക്കാരിന്റെ വാർഷികം ഒരു മാസക്കാലമായി മുഖ്യമന്ത്രി കൊണ്ടുപോയി സർക്കാരിന്റെയുള്ള കുറെ പരാതികളുണ്ട്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ UDF ആസൂത്രണം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞങ്ങൾ പറഞ്ഞ ഓരോ വിഷയത്തിലും തീരദേശത്തെ പ്രത്യേകമായിട്ടുള്ള ജാഥ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ മലയോരത്ത് ഈ വന്യമൃഗശല്യത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തിന് UDF എല്ലാ പിന്തുണയും നൽകി. ഞങ്ങൾ എല്ലാവരും പലവട്ടം അവരുടെ സമരസ്ഥലങ്ങളിൽ പോയി. ഞാൻ തന്നെ KPC പ്രസിഡന്റായിട്ട് ആദ്യം പങ്കെടുത്ത ഒരു പരിപാടി കണ്ണൂരിൽ ആശാ വർക്കർമാരുടെ സമര ജാഥയ്ക്ക് അവിടെ കൊടുത്ത സ്വീകരണത്തിൽ പങ്കെടുക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെയുണ്ട്, ജനവട്ടത്തുണ്ട്. അത് ഞങ്ങൾ ആലോചിക്കും. ജനകീയ അടിത്തറ വിപുലമാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ആവശ്യമായ ഘട്ടത്തിൽ അത് 5 വർഷത്തിലേക്ക് കിടക്കുന്ന സർക്കാരിന് കൃത്യമായ പദ്ധതികളുള്ള പ്രതിപക്ഷം ശക്തമാകും എന്നൊക്കെ പറയും. ഇന്നത്തെ കരിദിനത്തിന്റെ പരിപാടി എന്താണ്? കരിദിനം ഞങ്ങൾ ഇന്ന് കരിദിനം ആചരിക്കുന്നത് തന്നെ അതിന്റെ ഒരു പ്രചരണമാണ്. അത് ജില്ലാ തലങ്ങളില് പ്രകടനമുണ്ട്, പൊതുയോഗമുണ്ട്, നിയോജകമണ്ഡല തലങ്ങളിലുണ്ട്. വളരെ ആക്റ്റീവായിട്ട് തന്നെ ഈ കരിദിനാചരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കും. അതിനെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് മെച്ചപ്പെട്ടു വരും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനവും അവിടെ പൊതുയോഗം അറിയിച്ചിരിക്കുന്നു. അങ്ങനെ KPCC അധ്യക്ഷനായി കരുത്തിട്ട് 2-3 വർക്കിംഗ് പ്രസിഡന്റുമാർ UDF കൺവീനർ വന്നു. പുതിയ പദവിയിൽ ആദ്യ വാർത്താ സമ്മേളനത്തിലെ എല്ലാവരും അഭിവാദ്യങ്ങളും ആശംസകൾ നേരുന്നു. പുതിയ പഴയ KPCC പ്രസിഡന്റ് ഇറങ്ങി പോയത് പോലത്തെ മാന്യമായി തന്നെ അതിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടി എന്നുള്ള ആശംസ കൂടിയാണ്. ആയിക്കോട്ടെ. പിന്നെ ഇത് സ്വാഭാവിക ടീമാണല്ലോ, പലതരത്തിലെ വാർത്തകൾ വരുന്നുണ്ട്. ഈ സംഘടന പുനഃസംഘടന പൂർണ്ണമായി പുതിയ KPCC ജനറൽ സെക്രട്ടറിമാരെ ADCC അധ്യക്ഷന്മാരെ മാറ്റി പുനഃസംഘടിപ്പിക്കുക. അതിന്റെ ചർച്ചകൾ ആരംഭിച്ചോ? ഏത് നേതാക്കളാണ് ചുമതല പിടിച്ചിട്ടുള്ളത്? ആരംഭിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ദേശാഭിമാനിന്ന് പോലും ആശംസ കിട്ടുന്നത് എന്തോ അങ്ങനെ ടീമില്ല, കോൺഗ്രസ് ടീം. സാധാരണ
ഇല്ല, അത് എന്ന് പറഞ്ഞുതരാം. ചെറുതായിട്ട് ഇന്റേണൽ മാറ്ററാണ്. മുഖ്യമന്ത്രി മാറിയ മന്ത്രിമാരെല്ലാവരും, പക്ഷെ അങ്ങനെ പാർട്ടിക്കില്ല. എന്നാൽ ആവശ്യമായ മാറ്റങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളുണ്ട്. പിന്നെ ഇതിനെ ആരംഭിക്കാതിരിക്കുന്നത് ഒന്നൊരു പേടിയില്ല. ഇതിപ്പോ കണ്ടില്ലേ, എന്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്നത് കരുത്തുറ്റ നേതൃത്വമാണ്. ടീം വർക്കിൽ ഞങ്ങളങ്ങ് പോകും, ഒരു പേടിയില്ല. കോൺഗ്രസിലെ ഒരു കാര്യം, കോൺഗ്രസിലെ അതിശക്തമായ നേതൃനിരയുള്ളൊരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസിന്. പ്രത്യേകിച്ച് KSUവിന്റെ ആരംഭകാലം മുതൽ കലാലയങ്ങളിൽ പഠിച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള, വിദ്യാഭ്യാസ യോഗ്യതയുള്ള യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന അതിശക്തമായ ഒരു നേതൃനിര കേരളത്തിലെ എല്ലാ തലങ്ങളിലും ഉണ്ട്. അവരെ എല്ലാവരെയും പാർട്ടിക്കകത്ത് വിവിധ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയും ഉൾക്കൊണ്ടും പ്രോത്സാഹിപ്പിച്ചും പ്രൊമോട്ട് ചെയ്തും ഞങ്ങൾ മുന്നോട്ട് പോകും. ശക്തമായ നേതൃത്വ ഈ ഭാരവാഹിത്വത്തിന് പുറത്താണ് എന്നതാണ് വരുന്ന പരാതി. ഈ നേരത്തെ സ്ഥലങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സുധീരന്റെ കാലത്തേ പോയ ഭാരവാഹിത്വം ഇപ്പോൾ തന്നെ KPCC ഭാരവാഹിത്വത്തിലുള്ള പലരും നിഷ്ക്രിയയാണ് എന്ന അഭിപ്രായമാണ്. അവരെ പൂർണ്ണമായി മാറ്റി ഈ പാർട്ടിയുടെ ഈ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തോട് നിങ്ങൾ കാണിക്കുന്ന അതീവ താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ഈ നേരത്തെ പറഞ്ഞ ദേശീയപാതയിൽ സംസ്ഥാനത്തിന്റെ വലിയ വികസന നേട്ടമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ എടുത്തു കാട്ടുന്നത്. അപ്പൊ ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം തന്നെയാണ്. അതെ, ഇപ്പം നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നവര് ഒരു പ്രയാസം വരുമ്പോ അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തില് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം, അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞ എല്ലാവർക്കും അറിയാം, അത് ആരുടെ കുട്ടിയാന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ, വിജിലൻസ് എൻക്വയറി വന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ, ബാബുവിനെതിരെ. അത് പോരാഞ്ഞിട്ട് വിജിലൻസ് അവരെ ഒഴിവാക്കി കഴിഞ്ഞപ്പം, അന്വേഷണത്തില് അവരുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം ജുഡീഷ്യൽ എൻക്വയറി, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ എൻക്വയറികളൊന്നുമില്ല എന്ന് തെളിഞ്ഞപ്പം അവർക്കെതിരെ ഇത് പറഞ്ഞത് പിൻവലിക്കാനും ഉമ്മൻചാണ്ടിയെ ഒന്ന് ഓർമ്മിക്കാനെങ്കിലും വിഴിഞ്ഞം പദ്ധതിയുടെ വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇതിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ LDF ആഗ്രഹിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ പേര് മരണാനന്തര സമ്മേളനത്തിലെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകാത്തത് അവരുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ തെളിവാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കണ്ണൂർ വിമാനത്താവളം, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. എന്തോ മണ്ണിൽ വിമാനം ഇറങ്ങിയിട്ടാണ്, മണ്ണില് വിമാനം ഇറങ്ങിയിട്ട് അവിടെ ഉദ്ഘാടനം നടത്തിയെന്ന്. എനിക്ക് നിയമസഭയിൽ 26/9/2016 എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അധികം താമസിയാതെ നിയമസഭയിൽ ചോദ്യം നമ്പർ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 72 ചോദ്യം KC ജോസഫ്, സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, IC ബാലകൃഷ്ണൻ, കണ്ണൂർ വിമാനത്താവളം എന്നത്തേക്ക് പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യപ്പെടുന്നത്, വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രവൃത്തികൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇതായിരുന്നു ചോദ്യം. എത്ര ഡേറ്റ്? 26/9. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 2-3 മാസങ്ങൾ, 4 മാസം. എന്നായിരുന്നു എന്റെ മറുപടി? വിമാനത്താവളം പ്രവർത്തനം 2017 മെയ് മാസത്തിൽ പൂർത്തീകരിക്കുവാനും അതിനുശേഷം ടെസ്റ്റിംഗും കമ്മീഷനിങ്ങും നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഇതുവരെ പൂർത്തീകരിച്ച പ്രവൃത്തികൾ താഴെ പറയും പ്രകാരമാണ്. 3050 മീറ്റർ റൺവേ അന്ന് പൂർത്തീകരിച്ചു, 3050 മീറ്റർ. അതിനുശേഷം 1 മീറ്റർ റൺവേ പോലും വികസിപ്പിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. 20 എയർക്രാഫ്റ്റ് പാർക്കിങ്ങിനുള്ള ഏപ്രൺ, പാരലൽ ടാക്സി ട്രാക്ക് 889 മീറ്റർ, റൺവേ ലിങ്ക് ടാക്സി 2 എണ്ണം, ഏപ്രൺ ലിങ്ക് ടാക്സി 4 എണ്ണം, ചുറ്റുമതിൽ 18 കിലോമീറ്റർ, ഓപ്പറേഷൻ വാൾ 4 കിലോമീറ്റർ, എയർ ട്രാഫിക് കൺട്രോൾ ടവർ ബിൽഡിംഗ് 85%, ഫയർ സ്റ്റേഷൻ 75%, ടെർമിനൽ ബിൽഡിംഗ് 75%, ഫ്ലൈ ഓവർ 90%, KCB സപ്ലൈ 95%, എസ്കലേറ്റർ 70%, വാട്ടർ സപ്ലൈ 100%. ഇതാണ് നിയമസഭയിൽ ഒന്നാം പിണറായി സർക്കാർ മുഖ്യമന്ത്രി ആരംഭത്തിൽ നൽകിയ മറുപടി. ദിസ് ബീയിങ് ദ ഫാക്ട്. വസ്തുത ഇതായിരിക്കെ അവിടെ മണ്ണിൽ വിമാനം ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് ആരാണ് കളവ് പറയുന്നത്?
ആരാണ് കളവ് പറയുന്നത്? അപ്പൊ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ UDF സർക്കാർ മുന്നോട്ട് വെച്ച വൻകിട വികസന പദ്ധതികളല്ലാതെ LDF-ന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. വിഴിഞ്ഞം, മെട്രോ, കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ളൂ. നിങ്ങൾക്ക് പറയാൻ മുഖ്യമന്ത്രി മന്ത്രിമാർ മാറുന്ന രീതിയല്ല ഒരു കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, ഇത്ര താല്പര്യം കാണിക്കുന്നതിൽ പ്രത്യേകം നന്ദി. ഈ പോലീസുമായി ബന്ധപ്പെട്ട് അടുത്തകാലത്തുണ്ടായ എല്ലാ വിവാദങ്ങളെയും ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷക്കാരുടെ പലവട്ടം പറഞ്ഞു മുഖ്യമന്ത്രി ഇന്നലത്തെ സംഭവത്തിലും ശശി ഉത്തരവാദിയാണല്ലോ, വന്നല്ലോ. അത് അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയെയും പോലീസിനെയൊക്കെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ശശിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഗുരുതരമായ ആക്ഷേപവും പക്ഷപാതവും ഉണ്ട്, വീഴ്ചയുണ്ട് ഇന്നലത്തെ സംഭവത്തിൽ പോലും. താങ്ക് യു.